മൽപ്രിയനേ എന്നേശുനായകനേ, എപ്പോൾ വരും എൻ കണ്ണീർ തുടച്ചിടുവാൻ, അങ്ങയെ ആശ്ലേഷിപ്പാൻ, എൻ കണ്ണീർ തുടച്ചിടുവാൻ, അങ്ങയെ ആശ്ലേഷിപ്പാൻ. എന്നേശുവേ വാനമേഘേ വേഗം വന്നിടണേ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാതത്തിനായി ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഇന്ന് നോമ്പിന്റെ 36-ാം ദിനം. ദൈവരാജ്യവും ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശ്യം. അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു. അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ച് വളരുന്നു. ആദ്യം ഇല, പിന്നെ കതിർ, തുടർന്ന് കതിരിന്മേൽ ധാന്യമണികൾ. ഇങ്ങനെ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു. ധാന്യം വിളയുമ്പോൾ കൊയ്ത്തിന് കാലമാകുന്നത് കൊണ്ട് അവൻ അരിവാൾ വയ്ക്കുന്നു. ദൈവരാജ്യം അവിടെയാണെന്നും ഇവിടെയാണെന്നും പലരും പറയും. പക്ഷേ കർത്താവ് ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ദൈവത്തിൻ്റെ രാജ്യം നിങ്ങൾക്ക് രുചിക്കുവാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് തൊടുവാനായിട്ട് പറ്റത്തില്ല. ദൈവത്തിൻ്റെ രാജ്യം കാണുവാനും പറ്റത്തില്ല, പക്ഷേ അത് അനുഭവിച്ചറിയുവാൻ കഴിയും. നിങ്ങൾ മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. ദൈവരാജ്യവും നീതിയും അന്വേഷിച്ച് ജീവിക്കുമ്പോൾ അതിലൂടെ പലതും കൂടി വരും. യേശുവിനെ നോക്കി ജീവിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകും. യേശുവിനെ നോക്കി മുന്നോട്ട് പോകണം. യഹോവ എൻ്റെ ഇടയൻ എന്ന് പറയുമ്പോൾ ആ ഇടയനെ ഫോളോ ചെയ്യുവാൻ നാം തയ്യാറാകണം. ദൈവത്തെ പിൻചെല്ലുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ നന്മകൾ അനുഭവിപ്പാൻ കഴിയും. ദൈവത്തിൻ്റെ രാജ്യത്തെയും അതിൻ്റെ നീതിയെക്കുറിച്ചും അന്വേഷിക്കുമ്പോൾ ബാക്കിയുള്ളത് ചേർത്ത് നൽകും എന്നാണ് അർത്ഥം. പ്രിയരെ, ദൈവരാജ്യത്തെ കാംക്ഷിച്ച് നാം ജീവിക്കുമ്പോൾ ഈ നോമ്പ് നാളുകളിൽ ദൈവത്തെ അറിയുവാനും ദൈവരാജ്യത്തിനായി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നമുക്ക് കഴിയണം. നാം തിന്മയല്ല, നന്മയ്ക്കായിട്ട് കാംക്ഷിപ്പാൻ സ്നേഹത്തോടും ഹൃദയപരമാർത്ഥതയോടും കൂടെ സമശിഷ്ടങ്ങളെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് ഈ നോമ്പ് നാളുകളിൽ കഴിയട്ടെ. അപ്രകാരം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നോക്കുമ്പോൾ ഉറപ്പായും ദൈവരാജ്യത്തിൻ്റെ അംശികളാകുവാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ നാളുകളിൽ നമ്മുടെ ജീവിതങ്ങൾ അപ്രകാരം ക്രമപ്പെടുത്തുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.